പറ്റത്തില്ല എന്ന് പറഞ്ഞു. തന്നെയല്ല UK കൺസോർഷ്യമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അവരോട് ഇങ്ങനെ കിക്ക് ബാക്ക് ഉണ്ട് അതുകൊണ്ട് ഇതുണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കുകയില്ല, അവർ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ശരി, ഒരു 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വിളിക്കാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പം ഉമ്മൻചാണ്ടി ലൈനിൽ വന്നു. അത് ഞാൻ പറഞ്ഞു ഇത് പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല, എനിക്ക് എൻ്റെ പൈസ തിരിച്ചു വേണം, നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിലും ചെയ്തു, ഇനിയിപ്പോൾ എനിക്ക് ആ പ്രൊജക്റ്റിനോട് താല്പര്യമില്ല, നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, കാരണം നിങ്ങൾ മേടിക്കുക പറ്റിക്കുക എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ആയെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇപ്പം നിങ്ങൾ 25% വേണം, 1000 കോടി തരാൻ പറഞ്ഞു. അപ്പം ഉമ്മൻചാണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞ് ഓക്കെ 40% സബ്സിഡിയാണ് ഞാൻ മേടിച്ചു തരുന്നത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റിന്റെ. അത് ഈ 4000 കോടിയുടെ 40% 1600 കോടി വരും. ഞാൻ ചോദിക്കുന്ന വെറും 1000 കോടിയേ ഉള്ളൂ. അത് തരികയാണെങ്കിൽ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ കാശ് ഇങ്ങോട്ട് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മൻചാണ്ടി എന്നോട് പറഞ്ഞത് എൻ്റെ പേര് ചേർക്കരുത്, ബാക്കിയുള്ളവരുടെ പേര് ചേർത്തിട്ട് നിങ്ങളൊരു കംപ്ലൈൻറ്റ് ഇങ്ങോട്ട് എഴുതിത്താൽ ഞാൻ ആ പൈസ മേടിച്ച് തന്നേക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നെ പറയാം, പൈസ മേടിച്ച് തന്നേക്കാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അതും പ്രകാരമാണ് ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉമ്മൻചാണ്ടിയുടെ പേര് വെക്കാതെ കൊണ്ട് ഞാൻ കംപ്ലൈൻറ്റ് എഴുതിക്കൊണ്ട് 17/10/2012 രാവിലെ ഒരു 8:30 മണിക്ക് ക്ലിഫ് ഹൗസിൽ കൊണ്ട് ഇത് കൊടുക്കുന്നത്. അന്നേരം അവിടെ ജനതാ ദർശനം ഉണ്ടായിരുന്നു. ഈ ആൾക്കാരുടെ അടുത്തുനിന്ന് ഇതുണ്ടല്ലോ, ഈ ആപ്ലിക്കേഷൻ എന്തൊക്കെ ഇത് മേടിക്കുന്നുണ്ടല്ലോ, ആ ഡോറിന്റെ ഫ്രണ്ടിൽ ചെയറിലിരുന്നുകൊണ്ടാണ് ഇത് മേടിക്കുന്നത്. എന്നെ കണ്ട ഉടനെ തന്നെ എല്ലാവരോടും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്നെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി. അവിടെ വെച്ചിട്ട് ഞാൻ കൊടുത്ത പരാതി വായിച്ചു നോക്കി. എന്നിട്ട് DGPയോട് പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇത് ബാംഗ്ലൂരത്തെ ഒരു വ്യവസായിയാണ്, അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടുക, ഈ മാറ്റർ ഒന്ന് സെറ്റിൽ ചെയ്ത് കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ DGP പറഞ്ഞു ഇന്ന് പറ്റത്തില്ല, കാരണം ADGP ആൻഡ് IG-യുടെ കോൺഫറൻസ് ഉണ്ട്, അതുകൊണ്ട് ഇന്ന് പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഇല്ല, ഉച്ചക്കായാലും എപ്പോഴായാലും ഒരു 10-15 മിനിറ്റ് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ശരി പറഞ്ഞു വിടുക, ഞാൻ സമയമുള്ളപ്പോൾ ഞാൻ ഇത് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കൊടുത്ത പരാതിയിൽ DGP ഇത് എഴുതിയിട്ട് CM ഡേറ്റ് വിട്ടിട്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു അവിടെ കൊടുക്കാൻ പറഞ്ഞു. പോയ വഴിക്ക് ഞാനൊരു സെറോക്സ് എടുക്കാൻ എനിക്ക് ഒരു സന്മനസ് ഒരു ഇത് തോന്നിയത് കൊണ്ട് ഒരു സെറോക്സ് എടുത്തത് കൊണ്ട് ഇന്നും ഉമ്മൻചാണ്ടി എന്നെ അറിയില്ല എന്ന് പറയുന്നില്ല. കാരണം അതിൻ്റെ ഒരു സെറോക്സ് എടുത്തിട്ട് ഒറിജിനൽ ഞാൻ ബാലസുബ്രഹ്മണ്യത്തിൻ്റെ അടുത്ത് കൊടുത്തു. ഒരു 1:15-1:30 ആയി കഴിഞ്ഞപ്പോൾ. അന്നേരം എൻ്റെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്നത് B. സന്ധ്യ IPS, അന്ന് IG ആണ്, ഇപ്പോഴേ ADGP. അപ്പം ബാലസുബ്രഹ്മണ്യം എല്ലാ കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ വിവരം പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ഇത് മീഡിയയിലൊന്നും വരരുത്. അപ്പം ഞാൻ ബാലസുബ്രഹ്മണ്യത്തോട് വിവരം പറഞ്ഞില്ലാണ്, ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാണ് പൈസ കൊടുത്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടി ഞാൻ ഇടപെടുകയാണ്. ശ്രീ കുരുവിള, ഇതൊരു ടെലിവിഷൻ ചർച്ചയാണ്, 1 മണിക്കൂറാണ് നമുക്ക് ഈ ചർച്ചയ്ക്കുള്ളത്. താങ്കൾ ഇങ്ങനെ എല്ലാം ഇങ്ങനെ വിസ്തരിച്ച് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത് വിസ്തരിച്ച് പറഞ്ഞില്ലെങ്കിൽ ആ ക്രോണോളജിക്കൽ വേയിൽ പറഞ്ഞില്ലെന്നൂരില് ഇത് മനസ്സിലാക്കണം, ചുരുക്കി പറയണം, പകുതി കേൾക്കാതിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് എക്സാക്ട്ലി ദിസ് മാറ്റർ എന്നുള്ളത് അറിയാൻ പറ്റത്തില്ല. അതാണ് ഓരോരുത്തരും ചാനൽ ചർച്ച വരുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള സമയം തരത്തില്ല. ഒരു മിനിറ്റ് അങ്ങോട്ട് പറയുന്നത് കേൾക്കൂ. തിരിച്ചു വരാം കുരുവിളയിലേക്ക്. ശ്രീ A റഹീം, ഈ കാര്യത്തിൽ നിങ്ങൾ ആരുടെ വെർഷനാണ് കൂടുതൽ ശരിയായി വിലയിരുത്തുന്നത്? കോടതിയുടെ വെർഷനാണ്. എനിക്കൊരു ആശ്വാസമുണ്ടായി. ശ്രീ PC വിഷ്ണുനാഥ് വളരെ വിസ്തരിച്ച് ഉമ്മൻചാണ്ടി ന്യായീകരിക്കുന്ന കൂട്ടത്തിൽ ബാംഗ്ലൂരിലെ ആ കോടതിയിലെ ജഡ്ജി, സെഷൻസ് കോടതിയുടെ ജഡ്ജി SFI-കാരനായിരുന്നു എന്നുകൂടി പറയും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ അത് അദ്ദേഹം പറഞ്ഞില്ല. അത്ര ഒരു ആശ്വാസമുണ്ട്. എത്രയോ കാലമായി ഇവർ പറയുന്നത് ഒരു സെറോക്സ് കോപ്പി പോലെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇതുപോലെയുള്ള സമാന സ്വഭാവമുള്ള ന്യായീകരണമല്ലേ ഏതൊരു സമയത്തും പറഞ്ഞത്? എപ്പോഴെങ്കിലും ഒരു സമയത്ത് അവർ കുറ്റമേറ്റ് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ശ്രീ കുരുവിള എന്ന് പറയുന്ന ഒരു വ്യവസായി, കുരുവിളയ്ക്ക് ആവശ്യത്തിന് സമയം കൊടുത്തല്ലോ. അതല്ല അത് കൊടുത്തു. ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ടെലിവിഷൻ ചർച്ചയുടെ ഒരു പരിമിതി അതിൽ നിന്നുകൊണ്ടാണ് താങ്കൾ സംസാരിച്ചത്, എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ശ്രീ കുരുവിള എന്ന് പറയുന്ന ഒരു വ്യക്തി ആരാണ്? അദ്ദേഹവും നിങ്ങൾ കമ്പയർ ചെയ്യൂ. അദ്ദേഹം എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വശത്ത്, ആരാണ് ഉമ്മൻചാണ്ടി? കേരള രാഷ്ട്രീയത്തിലെ ഒരു പവർഫുള്ളറാണ് അദ്ദേഹം, ആണല്ലോ. അദ്ദേഹത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഒരു വ്യവസായ മേഖലയിൽ നിൽക്കുന്ന ഒരാൾ എന്തുദ്ദേശത്തിൽ ഇറങ്ങി പുറപ്പെട്ടു? എന്താണ് അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ? അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ബന്ധമുണ്ടോ? പൂർവ്വവൈരാഗ്യമുണ്ടോ? ഒന്നുമില്ല. അദ്ദേഹം നഷ്ടപ്പെട്ട കാര്യങ്ങൾ എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അതിൻ്റെ നാൾ വഴികളെല്ലാം പറഞ്ഞത് വളരെ കൃത്യമാണ്. കാതലായ ഒരു ചോദ്യം അപ്പോഴും ബാക്കി കിടക്കുന്നു റഹീം.
അതാണ് കുരുവിളയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ഈ കഥ മുഴുവൻ ഇങ്ങനെ പറയുന്നതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. ഇപ്പോൾ വിഷ്ണു പറഞ്ഞ ആദ്യ ഭാഗത്തിന് കുരുവിള മറുപടി കൊടുത്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി തന്നെയാണ് പറയുന്നത് എൻ്റെ പേര് പറയരുത്. അതെ, ശരി, കേരളത്തിലെ ഒരു സമ്മർദ്ദമാണ്. പക്ഷേ ബാംഗ്ലൂർ കോടതിയിലേക്ക് ഇദ്ദേഹം ഈ കാര്യങ്ങളുമായി പോവുകയാണല്ലോ എന്ന് പറയുമ്പോൾ നേരിട്ടുള്ള ഫൈറ്റിലേക്ക് തന്നെ കുരുവിള പോകുന്നു. കേരളത്തിന് പുറത്തുമാണ്, കോടതിയെയുമാണ് സമീപിച്ചിരിക്കുന്നത്. അവിടെയും പറയുന്നില്ല ഈ ഉമ്മൻചാണ്ടിങ്ങിൻ്റെ കുഴപ്പം കാണിച്ചു എന്ന്. കുരുവിള, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടെങ്കിൽ എൻ്റെ ഈ വിനീതമായ സംശയം അധികം അല്ല കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞു. ബാംഗ്ലൂർ കോടതിയിൽ അദ്ദേഹത്തിന്റെ സബ്മിഷനിലുണ്ട്. വിഷ്ണു അങ്ങനെയല്ല ആദ്യം സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു, ഞാൻ എന്നാ ഇടപെട്ട് പറയാം. ആദ്യം കൊടുക്കുന്ന പരാതിയിലില്ല, ഇല്ല DGPക്ക് മൊഴി കൊടുക്കുന്നതിൽ FIR ഇല്ല. എന്റെ പ്രസക്തമായ രണ്ടാമത്തെ ചോദ്യം, അപ്പോൾ അങ്ങനെ പറഞ്ഞു, ഇതേ 3/4/2013 ഈ അഫിഡവിറ്റ് റിട്ട് കൊടുക്കുന്നത്. എന്നാ വീണു, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അതിനകത്ത് ഉമ്മൻചാണ്ടിയെ കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടോ? പറയൂ. ഒരു വർഷം കഴിഞ്ഞിട്ട് അവിടെ ഇല്ല എന്ന് വെച്ചാൽ ഈ ബാംഗ്ലൂർ കോടതിയിലല്ല, 2015 ബാംഗ്ലൂർ കോടതിയിൽ വരുമ്പോഴാണ് ഉമ്മൻചാണ്ടിക്കെതിരെ പരാതി പറയുന്നത്. ശ്രീ വേണു, ശ്രീ വിഷ്ണു തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്താണ് എന്ന് വെച്ചാൽ ഹൈക്കോടതിയിലേക്ക് പോകുമ്പോ ഇത് ഈ പരാതി ഇല്ല, ഹൈക്കോടതി കൊടുക്കുമ്പോൾ എന്തോ സമ്മർദ്ദം. എന്തിനായിരുന്നു ആ റിട്ട്? ഈ റിട്ട് എന്തിനായിരുന്നു? അദ്ദേഹത്തിന് കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഏത് കേസ്? ആദ്യം കൊടുത്ത കേസല്ലേ? അതെ. റിട്ടേൺ ആയി ഒരാൾ കൊടുത്ത കേസ്, ആ കേസിനെ സബ്സ്റ്റാൻഡേറ്റ് ചെയ്യുന്ന കാര്യമല്ല അദ്ദേഹത്തിന് പറയാൻ പറ്റും. അതല്ല പറഞ്ഞേക്കുന്നത്. പിന്നെന്താ? ഒരു നിമിഷം. ശ്രീ അഡ്വക്കേറ്റ് MC ആഷി, ഇവിടെ ഇങ്ങനെ ഒരു റിട്ട് കുരുവിള കൊടുത്ത സാഹചര്യം എന്തായിരിക്കും നിയമപരമായി? അതിപ്പം ഈ പറയുന്ന സംഗതിയിലേക്ക് തന്നെയാണ് വരുന്നത്. അദ്ദേഹം ഒരു പരാതി കൊടുക്കുന്നു, ആ പരാതിയിൽ ഉൾപ്പെട്ട സാഹചര്യം എന്താണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സാഹചര്യത്തിനനുസരിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ആ കേസിൽ വേണ്ട വിധത്തിൽ അന്വേഷണം നടക്കാതെ ആവുമ്പോൾ ഞാനിങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്നും ആ പരാതിയിലെ വസ്തുതകൾ ഇന്നതാണെന്നും അത് അന്വേഷിക്കണമെന്നും റിട്ട് പെറ്റീഷനിൽ ആവശ്യപ്പെടുന്നു. അതിൽ കൂടുതൽ വസ്തുതകൾ കൂട്ടിച്ചേർക്കും തോറും അദ്ദേഹത്തിന്റെ കേസ് ദുർബലമാകുമെന്ന നിയമോപദേശം ഉണ്ടായി കാണും. തീർച്ചയായിട്ടും. അതുകൊണ്ടായിരിക്കും അതിന്റെ കൂടുതൽ വശങ്ങളിലേക്ക് എന്ന് വെച്ചാൽ ആക്ഷി ഇവിടെ പോലീസ് അന്വേഷിക്കുന്നതിൽ തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, അതങ്ങനെ ആയിരിക്കും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസിലേക്ക് ഇതൊരു പരാതി വരുന്നത് തന്നെ ഒരു സെറ്റിൽമെൻറ്റ് ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. ആ പരാതി കൊടുക്കുന്ന സമയത്ത് ഇതുപോലൊരു കേസിന് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. പിന്നീട് ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സെറ്റിൽമെൻറ്റ് നടക്കുന്നില്ല, പൈസ തിരിച്ചു കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ അദ്ദേഹം കോടതിയിലേക്ക് സമീപിക്കുന്നു. കോടതിയെ സമീപിക്കുമ്പോൾ സാധാരണഗതിയിൽ ആരും കൊടുക്കുന്ന നിയമോപദേശം കൂടുതൽ വാദങ്ങൾ ക്രിമിനൽ കേസുകളോട് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ട് നൽകാറില്ല. പക്ഷേ ഹൈക്കോടതിയിൽ ഈ കാര്യം പറയുമ്പോൾ ഒരു തരത്തിലും ഉമ്മൻചാണ്ടിയെ ഉൾപ്പെടുത്താതിരിക്കുന്നത് എന്തുകൊണ്ട്? കാരണം ഇതിന്റെ കേന്ദ്രസ്ഥാനീയൻ ഉമ്മൻചാണ്ടിയാണ് എന്ന ഉത്തമ ബോധ്യവും ഇവിടെ നീതി കിട്ടില്ല എന്ന ഉറച്ച ബോധ്യവും അദ്ദേഹത്തിനുള്ളതുകൊണ്ടാണല്ലോ കോടതിയിലേക്ക് പോയിരിക്കുന്നത്. സംശയം 1. 2, ഒരു വ്യക്തി എന്ന നിലയിലുള്ള പരിമിതിയാണ്, അല്ലെങ്കിൽ സ്വന്തം കേസ് ദുർബലപ്പെടും, കാര്യങ്ങൾ കൂടുതൽ ഹൈക്കോടതിയിൽ ബോധ്യപ്പെടുത്തിയാൽ എന്നാണ് അങ്ങ് പറയുന്നത് എങ്കിൽ മല്ലേലി ശ്രീധരൻ നായർക്കില്ലാത്ത എന്ത് അരക്ഷിതാവസ്ഥയാണ് കുരുവിളയ്ക്കുണ്ടാകേണ്ടത്? മല്ലേലി ഇതെല്ലാം ഹൈക്കോടതിയിൽ പറഞ്ഞതല്ലേ സാർ? ഞാൻ വരാം. അല്ല, ഞാൻ പറയുന്നതിൻ്റെ നിയമവസ്തുതയാണ്. എനിക്ക് തോന്നുന്നത് റിട്ട് പെറ്റീഷൻ കേരള ഹൈക്കോടതിയിൽ കൊടുക്കുമ്പോൾ തന്നെ ഈ പണം മുഴുവൻ വീണ്ടെടുക്കുന്നതിനു വേണ്ടി സിവിൽ കേസ് കൊടുക്കുന്നതിന് അദ്ദേഹം തീരുമാനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. നിങ്ങൾ കൊടുത്ത ക്രിമിനൽ കേസിൽ ഫർദർ നടപടികൾ എന്തെങ്കിലും സ്വീകരിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി അദ്ദേഹം ഒരുപക്ഷെ ഹൈക്കോടതിയെ സമീപിച്ചതായിരിക്കാം. ഹൈക്കോടതിയിൽ അദ്ദേഹം കൊടുത്ത പരാതിയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. നമ്മളിപ്പോൾ പറയുന്നത് പോലെ കൂടുതൽ വാദങ്ങൾ അതിനോട് കൂട്ടിച്ചേർക്കാൻ അനുബന്ധമായ ഒരു സംശയം കൂടി അങ്ങീ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ, അതായത് സിവിലായി വിഷ്ണു സിവിലായി ഒരു നിയമയുദ്ധം നടത്തുന്നുണ്ട്, അതങ്ങനെ നടക്കട്ടെ. ക്രിമിനൽ ആയിട്ടുള്ള ഒരു കേസും കൂടെ പോയിരിക്കുകയാണല്ലോ, അതിൻ്റെ പുരോഗതി എന്തായി എന്നതിലെ അതൃപ്തി കൊണ്ടാണ് ഹൈക്കോടതിയിൽ കുരുവിള പോയത്. സ്വന്തം കേസ് ദുർബലമാകാതിരിക്കാൻ ഉമ്മൻചാണ്ടിയുടെ കാര്യം പറയാതിരുന്നു. ശരിയാണോ അല്ലയോ ആഷി? ഒറ്റ വാക്കിൽ മറുപടി, ശരിയാണോ അല്ലയോ? അല്ലല്ല, അങ്ങനെയല്ല. അത് രണ്ട് കേസാണ്. സിവിൽ കേസും ക്രിമിനൽ കേസും അത് രണ്ടാണ്. രണ്ടിലെയും വാദങ്ങൾ വ്യത്യസ്തമാണ്. അല്ലല്ല, അതൊന്നുമല്ല ചോദിച്ചത്. ഹൈക്കോടതിയിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞാൽ കേസ് ദുർബലമാകും എന്ന് കരുതിയോ?
അല്ല കുരുവിള. അല്ല വേണു, ഞാൻ പറയുന്നത് അല്ല, സിവിൽ കേസ് എന്തുകൊണ്ട് കൊടുത്തു എന്നതിന് കുരുവിള തന്നെ പറഞ്ഞ മറുപടിയായിട്ട് കേട്ടത് ക്രിമിനൽ കേസിൽ അദ്ദേഹത്തിന്റെ പണം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ പ്രതീക്ഷ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം സിവിൽ കോടതിയെ സമീപിച്ചത്. നമുക്ക് ആ ഉദ്ദേശബുദ്ധി മനസ്സിലാക്കാം. അപ്പോൾ 1,35,00,000 രൂപ തിരിച്ചു കിട്ടുന്നതിന് ഒരു കേസ് സിവിൽ കോടതിയിൽ കൊടുക്കണമെങ്കിൽ ഏതാണ്ട് 13.5 ലക്ഷത്തോളം കോർട്ട് ഫീ മാത്രം അടയ്ക്കണ്ടേ? ഒരാൾ വെറുതെ ലക്ഷക്കണക്കിന് രൂപ ശരിയാണ് ആഷി. അതിനു മുമ്പ് അത് ശരിയാണ്. അതിനു മുമ്പ് ഒറ്റ കാര്യം ആഷി, ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് കുരുവിള പറയാതിരുന്നത് കേസ് ദുർബലമാകുമെന്ന് കരുതിയിട്ടാണ്. ആണോ അല്ലയോ? അങ്ങനെയാണ് ആഷി ആദ്യം പറഞ്ഞത്, ശരിയല്ലേ? അല്ല, ക്രിമിനൽ കേസിൽ അദ്ദേഹം കൊടുത്ത പരാതിയുടെ തുടർ നടപടികളാണ് ഹൈക്കോടതിയിൽ ചെയ്തിട്ടുള്ളത് എങ്കിൽ അത് അദ്ദേഹം ആ പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് നല്ലത്. അല്ല, ഞാനൊരു കാര്യം ഞാൻ പറയാം. അല്ല, അങ്ങനെയെങ്കിൽ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, 2013 ഏപ്രിൽ 3-നാണ് ഹൈക്കോടതിയിൽ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുന്നത്. ഈ റിട്ട് ഫയൽ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ 2013 ജൂൺ 20 എന്ന് വെച്ചാൽ ഏപ്രിൽ 3-നാണ് ഈ റിട്ട് ഫയൽ ചെയ്യുന്നത്. ഒരു മാസം കഴിഞ്ഞ്, ഒരു മാസമല്ല, ഏപ്രിൽ, മെയ്, ജൂൺ 20 വാർത്താ സമ്മേളനം നടത്തുന്നു കുരുവിള ഉമ്മൻചാണ്ടിക്കെതിരെ. അതെ. അപ്പോൾ ഇത് ദുർബലമാകില്ലേ? അപ്പോൾ ഇതിന്റെ തലം മാറുന്നില്ലേ ആഷി? ആദ്യം ഞാൻ ആ നിയമ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിക്കോട്ടെ ആഷി. അല്ല, ഞാൻ പറയുന്ന വേണു മനസ്സിലാക്കൂ. ഈ ഹൈക്കോടതിയിൽ ഈ റിട്ട് പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്തോ ഇതിനെ സംബന്ധിച്ച് ആലോചിക്കുന്ന സമയത്തോ നമ്മൾ മുന്നിലുള്ള ഒരു പരാതിയിൽ തന്നെയാണ് നമ്മൾ ഊന്നി നിൽക്കുക. ആ പരാതിയുടെ അന്വേഷണ മധ്യേ കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. ഇവിടെ ഒരു പരാതി എന്തുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേര് ഒഴിവാക്കിയിട്ട് കൊടുക്കാനിടയായി എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള വേറെ ആ കാര്യം വളരെ കൃത്യമാണ് ആഷി. എന്റെ സംശയം ഈ കോടതിയിൽ ഇത് കൂട്ടിച്ചേർത്താലും മനസ്സിലാക്കാം. അങ്ങനെയല്ല, ഏപ്രിൽ 3-ന് താങ്കൾ ഈ പറയുന്ന അതുപോലെ തന്നെ റിട്ട് ഫയൽ ചെയ്യപ്പെടുന്നു. പക്ഷേ ജൂൺ 20-ന് വാർത്താ സമ്മേളനം നടത്തുന്നു ഉമ്മൻചാണ്ടിയുടെ പങ്കാളിത്തം കൃത്യമായി വിശദീകരിച്ചുകൊണ്ട്. കോടതിയിലല്ല ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്, വിശദീകരിക്കുന്നത് കുരുവിള എന്നർത്ഥം. അതായിരിക്കും. കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് കൃത്യമായ നിയമോപദേശത്തിന്റെ ഭാഗമായിട്ടാണ്. പത്രസമ്മേളനം നടത്തുന്നത് നിയമോപദേശത്തിന്റെ ഭാഗമായിട്ടൊന്നും ആയിരിക്കില്ല. മാത്രമല്ല, ഈ ശ്രീ ഉമ്മൻചാണ്ടിയുമായി നേരിട്ടുള്ള ഒരു